ചാനൽ MV Vlogs. അങ്ങനെ അതീവ ശക്തിയോടെ ഡേ 2 തുടങ്ങിയിരിക്കുകയാണ്. ഇത് ശരിക്കും ഡേ 3യിലാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. പക്ഷെ ഡേ 2ലെ കഥകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഫസ്റ്റ്. അപ്പൊ എന്താണ് ഇന്നൊരു ഗംഭീര ഷോപ്പിംഗ് വ്ലോഗാണ്. ഇന്നലെയാണ് നമ്മൾ ഷോപ്പ് ചെയ്തത്. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കുഞ്ഞൊരു വളകാപ്പ് ഫംഗ്ഷൻ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഷോപ്പിംഗ് ആണ് നമ്മൾ ഇന്നലെ ചെയ്തത്. അപ്പോൾ അതിന്റെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ഇട്ടോ. ഞാൻ ഭീകരമായിട്ട് അങ്ങനെ എല്ലാം എടുത്തിട്ടൊന്നുമില്ല, പക്ഷെ കുറച്ച് ഷോർട്സ് എടുത്തിട്ടുണ്ട്. എൻ്റെ സാരി, അമ്മേൻ്റെ സാരി, എൻ്റെ മദർ ഇൻ ലോന് സാരി എടുത്തു. എനിക്ക് തോന്നുന്നത് ഈ പ്രാവശ്യം വളകാപ്പിന് എൻ്റെ കാട്ടിലും തിളങ്ങാൻ പോകുന്നത്, അതായത് കല്യാണത്തിന് പോലും എനിക്ക് തോന്നുന്നു ഇത്ര ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കുട്ടിയുടെ അച്ഛൻ കാഴ്ച വെച്ചിട്ടില്ല. ഇപ്രാവശ്യം വളരെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിന് വേണ്ടിയിട്ട് അടിപൊളി ഒരു സാധനം. ശ്രീകുട്ടൻ അങ്ങനെ പൊതുവെ മിനിമലിസ്റ്റിക് ആണ് ഇഷ്ടം. ഇന്നലെ പക്ഷെ എന്തോ ഞങ്ങൾക്ക് ആ മൊത്തത്തിൽ ആ ഒരു പുതിയ സെറ്റപ്പ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ പറയുന്നത് ശ്രീകുട്ടൻ്റെ ഡ്രസ്സിനെ കുറിച്ചിട്ടാട്ടോ. സാധാ സംഭവം സിമ്പിളാണ്, പക്ഷെ നമുക്കൊരു പുതിയ സംഭവമാണ് പോത്തീസിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണും എൻ്റെ വീഡിയോസിലൂടെ, അല്ലേ? ആരും എക്സൈറ്റഡ് ഫോർ ദ വളകാം? യെസ്. അമ്മയും മികച്ച സാരി എടുത്തിട്ടുണ്ട്. അപ്പൊ കാണാം ഗൈസ്. അപ്പൊ ഇതിന്റെ ഷോപ്പിംഗ് കുട്ടി ബിറ്റ്സ് ആൻഡ് പീസസ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കണ്ടിട്ട് തിരിച്ചു വരൂ. എന്നിട്ട് ഇന്നത്തെ നമ്മൾ കുഞ്ഞ് ബാക്കി ഷോപ്പിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ആദ്യം പോത്തീസിലുള്ള ഷോപ്പിംഗ് കണ്ടിട്ട് തിരിച്ചു വരും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് പോത്തീസിലാട്ടോ. പോത്തീസിലെ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമ്മളുടെ ഏത് റേഞ്ചിനും, നമ്മുടെ അഫോർഡബിൾ ആയിട്ടാണെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടാണ്, ഏതാണോ നമ്മളുടെ റേഞ്ച് ആ റേഞ്ചിൽ നമുക്ക് സാരികൾ കിട്ടും. ഇത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇപ്പോൾ കാണിക്കുന്നത്, കാരണം അത് റിവീൽ ചെയ്യാൻ സമയമായിട്ടില്ല. ആ സാരിയാണ് ഞാൻ എടുത്തത്. എനിവേസ് അവിടുന്ന് എൻ്റെ സാരി ഫസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് 2 അമ്മമാർക്കുള്ള സാരി എടുത്തു. ഇനി നമ്മൾ പപ്പേൻ്റെ സെക്ഷനിലേക്ക് പോവാണ്. ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളുടെ തീം ട്രഡീഷണൽ ആണ്. വളകാപ്പ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ തീമാണല്ലോ. അപ്പോൾ പപ്പയ്ക്കുള്ള ഡിഫറെൻറ്റ് ഷർട്ട്സ് ഇങ്ങനെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പപ്പേൻ്റെ ഏകദേശം ശരിയായപ്പോൾ ശ്രീകുട്ടന് ജുബ്ബി മുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ജുബ്ബ അങ്ങ് ഭയങ്കര നോർമലായിട്ട് തോന്നി. ആൻഡ് ഞങ്ങൾ ചുമ്മാ 4th ഫ്ലോറിൽ പോയിട്ട് വെറുതെ നമുക്കൊന്ന് തപ്പാം, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ നമുക്കൊരു അടിപൊളി സംഭവം കിട്ടിയിട്ടോ. ഒരു ന്യൂ ലോഞ്ചായിരുന്നു. അപ്പോൾ അത് ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന്ന് ഒരു കളറാണ് നമ്മൾ ശ്രീകുട്ടന് സെലക്ട് ചെയ്തത്. എനിവേസ് പോത്തീസ് നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഇറങ്ങണതിൻ്റെ മുന്നേ നമുക്ക് വിശന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് എന്തെങ്കിലും അവിടെ നിന്ന് തന്നെ കഴിക്കാം. അപ്പോൾ എറണാകുളം പോത്തീസിൽ ടോപ്പ് ഫ്ലോറിൽ തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ നമ്മൾ ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ചു. ആൻഡ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഷാർജ ഷേക്കൊക്കെ കഴിക്കുന്നത്. അപ്പം അതിൻ്റെ ആഹ്ലാദ പ്രകടനമാണത്. എൻ്റെ മുഖത്തൊരു സന്തോഷം കാണാനുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് എന്തായാലും സന്തോഷം ഉണ്ടായിരുന്നു. എനിവേസ് പോത്തീസിലെ പർച്ചേസൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മളുടെ നീണ്ട ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ ഇത്രയും വലിയ ഷോപ്പിംഗ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. കുറേ സംഭവങ്ങൾ എടുത്തു. നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കാണാത്തോണ്ട് പറയൂ, ഗർഭിണിയായ ഏക മകളെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? സന്തോഷം തോന്നി. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? അതെ. മോളെയോ മോനെയോ കാണാൻ? അതെ. മുത്തശ്ശനെ കാണണ്ടേ? നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ എന്ത് തോന്നി? ഇപ്പൊ ഞങ്ങൾ 2 പേരുടെ വയർ കണ്ടോ ഗൈസ്? ഒരേപോലെ ഉണ്ട്. ഇപ്പൊ ഒന്ന് ഉള്ളിക്കാക്കിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു എന്നെ ഇങ്ങനെ കണ്ടപ്പോ? അമ്മയാന്ന് തോന്നി. കൊള്ളാമോ? എനിക്ക് ചേരുന്നുണ്ടോ ഈ രൂപം? വെരി നൈസ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്തിനാ അങ്ങനെ, ഞാൻ മുന്നിലിരിക്കാം. അപ്പോൾ ഭയങ്കര പ്രയോറിറ്റി ചെയ്തുകൊണ്ട് നമ്മൾ മാക്സിമം അത് മുതലാക്കണം.
ഗൈസ് ഭയങ്കര ഡിസ്കഷൻ നടക്കുകയാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇങ്ങനെ നമ്മൾ പോത്തീസിന്ന് വിട പറഞ്ഞിട്ട് പിന്നെ ഒരു നീണ്ട ഗ്യാപ്പ് വന്നത് നമ്മൾ വീട്ടിൽ പോയി ഫ്ലോക്കിന് ഫുഡൊക്കെ കൊടുത്ത് അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തു. ഇപ്പം നമ്മളുള്ളത് നമ്മൾ അന്താരാഷ്ട്ര ഇവിടെ വന്നില്ലെങ്കിൽ അന്ന് തന്നെ വരണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ വരാൻ പറ്റിയില്ല. നമ്മുടെ ലുല്ലുലെത്തിയില്ല ഗൈസ്. നമുക്ക് ലുല്ലു വിശേഷം കാണാം. അങ്ങനെ നീണ്ട ഒരു ദിവസം കഴിഞ്ഞു ഗൈസ്. ഓ മൈ ഗോഡ്. ഇന്ന് അല്ലറ ചില്ലറ ഷോർട്സ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്താ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ടയേർഡാണോ ഗൈസ്? ടയേർഡാണോ? ടയേർഡേ അല്ലാതെ. അത് നമ്മള് ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം ഒന്നുമില്ല. കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് വളകാപ്പിനുള്ള മെയിൻ ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളകാപ്പിനുള്ള നമ്മളുടെ ഡ്രസ്സസ് വാങ്ങുകയായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. അത് നമ്മൾ രാവിലെ തന്നെ നിറവേറി. പക്ഷെ ഈ രണ്ട് ജനങ്ങൾക്ക് അല്ല, ശ്രീകുട്ടൻ പിന്നെ നമുക്ക് ഒരു കല്യാണം വരുന്നുണ്ട്. നമ്മളുടെ ശ്രീകുട്ടന്റെ റിലേറ്റീവിന്റെ കല്യാണം വരുന്നുണ്ട്. അപ്പൊ അതിന് ശ്രീകുട്ടനുള്ള ഡ്രസ്സും അങ്ങനെയൊക്കെ ആയിട്ട് പപ്പേന്റെ ഡ്രസ്സ് പോത്തീസിന്ന് കിട്ടിയില്ല. അങ്ങനെ കുറച്ച് ആയിട്ടാണ് ഞങ്ങൾ ലുലുവിൽ വന്നത്. അപ്പൊ ലുലുവിലും നമ്മൾ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് നല്ല ചോറും മീൻകറിയും കഴിക്കണം. ഹായ്, എന്റെ ഫുൾ കോൺസെൻട്രേഷൻ ഇപ്പം അതിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗ് എന്താന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഇനി മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം വളക്കാപ്പുണ്ട്, അതിന്റെ വീഡിയോസൊക്കെ വരും. സൂപ്പർ ആക്കും. ഓക്കെ, ബൈ. എന്ത് മൂകശോക അവസ്ഥ. ബായ് എന്ന് പറഞ്ഞിട്ട് എല്ലാരും മാനത്ത് നോക്കി. ഓക്കെ, ബൈ. ഇതിൽ ഞാൻ 2 ദിവസത്തെ ഷോപ്പിംഗ് ആട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ നമ്മൾ പോയത് ജ്വല്ലറി ഷോപ്പിങ്ങിനാണ്. എനിക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു ജ്വല്ലറി എല്ലാം ഒന്ന് ഹെവി ആക്കണമെന്ന്. കാരണം ഇനി ഇങ്ങനത്തെ എന്താ പറയുക ഫങ്ഷൻസൊക്കെ എപ്പോഴാണ് വരിക, ജീവിതത്തിൽ ഇതൊക്കെ ഒരിക്കലല്ലേ വരുള്ളൂ. അപ്പോൾ അതെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് നല്ല കുറച്ച് ജ്വല്ലറീസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. പിന്നെ നമ്മൾ പോയത് സ്റ്റിച്ചിങ് സെൻറ്ററിലേക്കാണ്. സോ സ്റ്റിച്ച് ചെയ്യാൻ അമ്മേൻ്റെ ബ്ലൗസും എൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. അതാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞത് നിങ്ങൾ കണ്ടായിരുന്നോ? നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര യുദ്ധമായിട്ട് തോന്നില്ല, പക്ഷെ ഒരു ചെറിയ യുദ്ധം നടത്തി ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചു. എന്തായാലും ഇനി ഇതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് ഒരു ലുക്ക് വരുമ്പോ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ നിങ്ങളുടെ പോലെ തന്നെ വളരെ ആകാംക്ഷ ബദ്രയായിട്ട് ഇരിക്കുകയാണ്. എനിവേസ്, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നു. പിന്നെന്താ നമ്മൾ ചെയ്തേ? പിന്നെ മെയിനായിട്ട് നമ്മൾ റെന്റൽസ് പോയിട്ട് നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെന്താ, ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളിപ്പോ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഇറങ്ങണം. പക്ഷെ അത് കുട്ടി സാധനമാണ്, അത് വീഡിയോയിൽ എടുക്കാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വളകാപ്പ് ഷോപ്പിംഗ് ആണ് ഇന്ന് നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? വേറെന്താ, അങ്ങനെയൊക്കെയാണ് കാര്യം. ടയർഡായി ഗൈസ്. ഇനി ഫുഡ് കഴിച്ചാലേ എനർജി വരുള്ളൂ. അപ്പോൾ വളകാപ്പിന് ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. എനിക്കിപ്പോൾ ആ ലുക്ക് എങ്ങനെ വരുന്ന എങ്ങനെയും ഒരു ഐഡിയ ഇല്ല. കാരണം നമുക്ക് സാരി ചുമ്മാ നമ്മൾ വെച്ച് നോക്കിയുള്ളൂ.
ജ്വല്ലറി നമ്മൾ വേറെ ഈ ഡ്രസ്സിന്റെ മേലെയൊക്കെയാണ് വെച്ച് നോക്കിയത്. ഏകദേശം എൻ്റെ ഒരു ഫാഷൻ സെൻസ് ഒക്കെ വെച്ച് ഞാനൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ 2 അസിസ്റ്റൻസും എന്നെ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. കണ്ടോ, എൻ്റെ അസിസ്റ്റൻസ് എനിക്ക് മുന്തിരി തരും, ജ്യൂസ് തരും. ഇപ്പൊ ഭയങ്കര സെറ്റപ്പാണ് ഗൈസ്. പണ്ട് പട്ടി വില ഉണ്ടായിരുന്നത് ഇല്ല. എനിക്ക് എപ്പോഴും അതെനിക്ക് സെപ്പറേറ്റ് പറയണം എന്നുണ്ടായിരുന്നു. അതായത് പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗർഭിണി ആയപ്പോ ഭയങ്കര പാമ്പറിങ്ങും സംഭവമാണ് എന്നൊക്കെ. പക്ഷെ എനിക്ക് ഗർഭിണി ആയപ്പോ പാമ്പറിങ് ഒക്കെ കൂടി എന്ന് സത്യം തന്നെയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇങ്ങനെ എന്നെ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഗ്രേപ്സ് ഒക്കെ തരും, പാമ്പറൊക്കെ ചെയ്തിരുന്നു. എനിക്കങ്ങനെ ഭീകരമായി പ്രഗ്നന്റ് ആയതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കലാപരിപാടിയായിട്ട് തോന്നിയില്ല കേട്ടോ ശരിക്കും. അത് ഞാൻ വേറൊരു സെഗ്മെന്റ് ആയിട്ട് പറയാം, വേറൊരു വ്ളോഗിൽ ഞാൻ പറയാം. ഇതിപ്പോ പറഞ്ഞു വന്നപ്പോ അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ വീട്ടിൽ പോവാണ്. നിങ്ങൾ തൃപ്തരാണോ? തൃപ്തരാണ് ഫോൺ. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നുകൊണ്ടാണ് കട്ടായത്. എനിവേസ് ഇത്രയേ ഉള്ളൂ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നാളെ ശ്രീകുട്ടന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതിന്റെ ഞാൻ വ്ളോഗ് എടുക്കും. നമ്മൾ ശ്രീകുട്ടന്റെ വീട്ടിൽ പോവും. ഇനി കുറച്ച് ദിവസം അവിടുത്തെ വിശേഷങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.